ഹായ്ഡാ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പി എസ് സി ചോദിച്ചിട്ടുള്ള സയൻസ് ക്വസ്റ്റ്യൻസിന്റെ ഒരു സീരീസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിന് മുന്നേ സയൻസ് PYQ1 സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ PSC 2017 LDക്ക് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 2021 PSC നടത്തിയ 10th പ്രിലിമിനറി പരീക്ഷകളിൽ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സയൻസ് PYQ സീരീസ് 2 ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കൂ. 29/2021 10th പ്രിലിംസിന്റെ സ്റ്റേജ് 1 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? ഈ പല്ലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പം മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? എണ്ണം 32 ആണ്. 32. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ ആണ്. ബയോട്ടിൻ ആണ് വൈറ്റമിൻ H എന്ന് അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള വസ്തു ഇത് നിർമ്മിക്കുന്നത് എവിടെയാണ്? അത് കരളിലാണ്. കരളിലാണ്. അടുത്ത ചോദ്യം ഇതാണ്: ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, അല്ലെ? നമ്മുടെ ശരീരം നിയന്ത്രിക്കാനായിട്ട് ഐച്ഛിക പ്രവർത്തനങ്ങളുമുണ്ട്, അനൈച്ഛിക പ്രവർത്തനങ്ങളുമുണ്ട്, അല്ലെ? അപ്പം അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അത് മെഡ്യൂളയാണ്. മെഡ്യൂല ഒബ്ലാങ്കേറ്റ ആണ് മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? അത് സെറിബെല്ലമാണ്, അല്ലെ? ലിറ്റിൽ ബ്രെയിൻ എന്നൊക്കെ അറിയപ്പെടുന്ന സെറിബെല്ലമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾ നോക്കൂ, മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? PSC ചോദിച്ചിട്ടുള്ളത്. ഇനി പേശികളെ കുറിച്ചുള്ള പഠനമാണ്. എന്താണ് പേശികളെ കുറിച്ചുള്ള പഠനം? അല്ലെ, സയൻസുമായി ബന്ധപ്പെട്ട്, അല്ലെ, ഓരോ മേഖലകളെ കുറിച്ചുള്ള പഠനം PSC ചോദിക്കുന്നതാണ്. പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. ഏതാണെടാ? മയോളജി ആണ് പേശികളെ കുറിച്ചുള്ള പഠനം. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ C. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ C. ഇപ്പം വിറ്റാമിനുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അതായത് വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ബയോട്ടിൻ ആണെന്നും പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണടാ? അത് വിറ്റാമിൻ C ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 9ാമത്തെ ചോദ്യം ഇതാണ്. ഇതൊക്കെ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് 29/2021 എന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണങ്ങളാണവ ഏവ? ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകളാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകളാണ് ഇലക്ട്രോൺ. നെക്സ്റ്റ് അയിരുകളെ കുറിച്ചുള്ള ചോദ്യമാണ്. നമ്മൾ തൊട്ട് മുന്നേ 2017 LD ഡിസ്കസ് ചെയ്തപ്പോഴും കണ്ടതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ മിനറൽസ് ആൻഡ് ഓർസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ആ സീരീസ് കണ്ട ആളുകൾക്ക് അറിയാം. എന്താ നമ്മൾ പറഞ്ഞു? സിങ്ക് ഒക്കെ നമ്മൾ കലമൊക്കെ നമ്മൾ എവിടെയാണ് കഴുകാനിടുക? സിങ്കിലാണ് കഴുകാനിടുക. അപ്പൊ കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? അത് സിങ്കിന്റെ അയിരാണ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? അത് സിങ്കിന്റെ അയിരാണ്. നെക്സ്റ്റ് ചോദ്യം: ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഭാവിയിലെ ഇന്ധനം എന്ന് അറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ, അല്ലെ? ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? അത് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യത്തിന്റെ സംയുക്തം. ഇത് അന്ന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കാത്ത മൂലകം ഏതാണ്? അത് ഓക്സിജൻ ആണ്. അത് ഓക്സിജൻ ആണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എന്ത്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്. നമുക്കൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിനുള്ള എന്തുണ്ടായിരിക്കണം? ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം.
ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് എന്ത്? ചലനം, അല്ലെ? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന അതിന്റെ സ്ഥാനമാറ്റമാണ് ചലനം. ഇനി ക്വസ്റ്റ്യൻ നോക്കൂ, ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? അപ്പം അന്നത്തെ സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ കീ പ്രകാരം 7 പക്ഷെ ഇന്ന് എന്താണ് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെ? ദ്രവ്യത്തിന് എത്ര അവസ്ഥകൾ ഉണ്ടടാ? ഇപ്പം ദ്രവ്യത്തിന് 10 അവസ്ഥകളാണ് നിലവിലിപ്പം ഉള്ളത്. ഏതൊക്കെയാണത്? 10 അവസ്ഥകൾ ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, ടൈം ക്രിസ്റ്റൽ ഉണ്ട്, സിയാറ്റോമിയൻസ് ഉണ്ട്, ജാൻ ടെല്ലർ മെറ്റൽ ഉണ്ട്. ഇതൊക്കെയാണ് ദ്രവ്യത്തിന്റെ അവസ്ഥകൾ എന്ന് പറയുന്നത്. 1 ന്യൂട്ടൺ n ഈക്വൽ ടു എത്ര ഡൈൻ ആണെന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ SCRT-യിലൊക്കെ ഉള്ളതാണ് കേട്ടോ. 1 ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഡൈൻ ആണ്. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈൻ ആണ്. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? അത് പ്ലൂട്ടോ ആണ്. അത് 2017 LD-യിൽ നമ്മൾ 2 വട്ടം കണ്ടതാണ്. ഇപ്പൊ നോക്കൂ, 2021-ലും ഇതേ ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ആവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? പഠിച്ചു തന്നെ പോകണം. സൗരയൂഥത്തിൽ നിന്നും പുറത്തായ ഗ്രഹം ഏതാണ്? അത് പ്ലൂട്ടോ ആണ്. പ്ലൂട്ടോ. നെക്സ്റ്റ് നോക്കടാ, അടുത്ത സ്റ്റേജ്, അല്ലെ? അന്ന് 10th പ്രിലിംസ് 5 സ്റ്റേജ് ആയിട്ടാണ് നടത്തിയിട്ടുള്ളത്. 4 സ്റ്റേജ് നോർമൽ സ്റ്റേജും 5ാമത്തെ സ്റ്റേജ് എന്താണ്? കൊറോണ കാരണം എഴുതാൻ പറ്റാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു 5ാമത്തെ സ്റ്റേജ്. അപ്പം ഇത് 2ാമത്തെ സ്റ്റേജിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? അത് O ഗ്രൂപ്പ് ആണ്. ശരീരത്തിന്റെ തുലന അവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? ശരീരത്തിന്റെ തുലന അവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? അത് സെറിബെല്ലമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? അത് സെറിബെല്ലമാണ്, അല്ലെ? ഇപ്പൊ മദ്യമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ, ചെറിയ ആട്ടമൊക്കെ ഉണ്ടാവില്ലേ ചില ആളുകൾ നന്നായിട്ട് മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നോക്കൂ, നമ്മുടെ തുലനാവസ്ഥ എന്താണ്? ബുദ്ധിമുട്ടായി പോവാണ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ അത് ഏതാണ്? അത് സെറിബെല്ലമാണ്. മനുഷ്യരിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത്, അല്ലെ? ഫസ്റ്റ് സ്റ്റേജിലും പല്ലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, മസ്തിഷ്കത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഓരോ സ്റ്റേജിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. നമ്മൾ സ്റ്റേജുകളായിട്ട് നടക്കുന്ന എക്സാമുകൾ ഉണ്ടെങ്കിൽ ഏറെക്കുറെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്? സീരിയസ് ആയിട്ട് അത് തന്നെയായിരിക്കും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് വരിക. മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത്? 4. മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത്? 4. ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം ഏത്? ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എന്താണ്? ഒരു ചലനത്തില് പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നതാണ് എസെൻട്രിക് എന്ന് പറയുന്നത്. ഏതാണ്? എസെൻട്രിക്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് എന്ത്? സെറിബെല്ലം. അപ്പം മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമായാലും ശരി, ശരീരത്തിന്റെ തുലന സ്ഥിതി പാലിക്കുന്ന മസ്തിഷ്ക ഭാഗമായാലും ശരി, പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമായാലും ശരി, അതൊക്കെ ഏതാണ്? അത് സെറിബെല്ലമാണ്. ഇനി ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അത് വിറ്റാമിൻ സി ആണ്. ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണം എന്തിൻ്റെതാണ്? ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. ഇനി രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായിട്ട് വേണ്ട ജീവകം വിറ്റാമിൻ ഏതാണ്? അത് വിറ്റാമിൻ കെ ആണ്. രക്തം കട്ട പിടിക്കാൻ എന്തിനാണ്? കട്ട പിടിക്കാൻ കെ ആണ്. രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായി വേണ്ട ജീവകം ഏതാണ്? ജീവകം കെ ആണ്. നമ്മൾ പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റമിൻ നേരത്തെ പഠിച്ചു, അത് സി ആണ്. പിന്നെ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ബയോട്ടിൻ ആണ്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ ആണ്. ഇനി താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ന്യൂട്രോൺ ഇല്ലാത്തത് ഏതിന്റെ? തന്നിരിക്കുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ്? അത് പ്രോട്ടിയത്തിൻ്റെതാണ്. താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് പ്രോട്ടിയമാണ്. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്?
അത് 2 നമ്മൾ മുന്നേ പഠിച്ചുവല്ലേ. KLMN എന്നുള്ള ഇത് നമ്മൾ പഠിച്ചതാണ്. K ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? അത് 2. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം എന്താ ചെയ്യുന്നത്? അത് കുറയുകയാണ് ചെയ്യുക കേട്ടോ. സോപ്പ് ജലത്തിൽ ലയിക്കുന്ന സമയത്ത് ജലത്തിന്റെ പ്രതലബലം എന്ത് ചെയ്യും? അത് കുറയും. മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഏതാണടാ? പറയൂ. ഓക്സിജൻ ആണത്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. ഇനി ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏതാണ്? ഊർജത്തിന്റെ CGS യൂണിറ്റ് ആണ് എർഗ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏതാണ്? അത് എർഗ് ആണ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. എന്താണ്? ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. കാരണം ഉരുളുന്ന സമയത്ത് അതിങ്ങനെ എന്താ പറയാ, ആ ഘർഷണം എന്താണ്? കുറവാണെന്ന്. അതുകൊണ്ടല്ലേ അത് സ്പീഡിൽ ഉരുണ്ടു പോകുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് എന്ത്? പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ആ ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ പിണ്ഡം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ ഡാഷ് സമയം മതിയാകും. എത്ര സമയം മതി? 8.2 മിനിറ്റ് ആണ്. സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ 8.2 മിനിറ്റ് സമയമെടുക്കും. നെക്സ്റ്റ്, സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്? സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്? അത് മീറ്റർ ആണ്. നമ്മൾ ഫിസിക്സുമായി ബന്ധപ്പെട്ട് അതിന്റെ യൂണിറ്റുകൾ മിക്ക സമയത്തും PSC ചോദിക്കുന്നതാണ്. അത് ബേസ് ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇവിടെ നോക്ക്, സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്? അത് മീറ്റർ ആണ്. മെയ് 24 ഡേറ്റ് വന്നിട്ടുള്ള ഡിഗ്രി പ്രിലിംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അത് 25/3, അതായത് മാർച്ച് 25-ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ചാണ്. നമ്മളതിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസും സ്റ്റഡി മെറ്റീരിയൽസും PYQ, അതേപോലെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണ്ട കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നമുക്ക് ആ രീതിയിലും റിവിഷനും ഒക്കെ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. കോഴ്സ് ഫീ വരുന്നത് 300 രൂപയാണ്. ഇത് നമ്മുടെ ഒരു ജനറൽ ബാച്ച് പോലെയാണ്. 2 മാസത്തേക്കാണ് നമ്മൾ ഈ ബാച്ച് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെയാണ് ഇനി ജനറൽ ബാച്ചിന് ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് എക്സാം ബാച്ച്, അതായത് കുറച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഒക്കെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് എക്സാം ബാച്ച്. നമ്മൾ ഈ പറയുന്ന പോലെ PYQ ആയിട്ടും ഇൻഡിവിജ്വൽ അറ്റൻഷനായിട്ടും റിവിഷനൊക്കെ ആയിട്ട് പോകുന്ന ഒരു ബാച്ചാണ് എക്സാം ബാച്ച്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 200 രൂപയാണ്. ഇതിന്റെ ഡീറ്റെയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. തേർഡ് ഫേസിലെ 10th പ്രിലിംസിന്റെ തേർഡ് ഫേസിലെ ക്വസ്റ്റ്യൻ ആണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? അത് പ്ലൂറാണ്. അതായത് തൊട്ട് മുന്നിലുള്ള ആ സ്റ്റേജിൽ, സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ളതാണ് എന്ത്? ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണെന്ന്. അതേ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ റിപ്പീറ്റ് ചെയ്തതാണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം അതെന്താണ്? അത് പ്ലൂറയാണ്. ഇനി ലോക ഹീമോഫീലിയ ദിനം ഏതാണ്? ലോക ഹീമോഫീലിയ ദിനം ഏതാണ്? ഏപ്രിൽ 17 ആണ്. ലോക ഹീമോഫീലിയ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 17 ആണ്. സെറിബ്രത്തിന് പിന്നിൽ നിങ്ങൾ നോക്കൂ, വീണ്ടും മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. സെറിബ്രത്തിന് പിന്നില് താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അത് സെറിബെല്ലമാണ്. സെറിബ്രത്തിന് പിന്നില് താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാലും അതേതാണ്? അത് സെറിബ്രമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രമാണ്. നമ്മൾ ഫസ്റ്റ് ഫേസിൽ പഠിച്ചിട്ടുണ്ട്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അത് മെഡ്യൂള ഒബ്ലോങ്കാറ്റ ആണെങ്കിൽ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അത് സെറിബ്രമാണ്. ഇനി കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് അതെന്താണ്? അത് പാറ്റെല്ലയാണ്. കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ് പാറ്റെല്ല. ക്യാരറ്റിൽ ധാരാളമായിട്ട് ഉള്ള ബീറ്റാ കരോട്ടീൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ A ആയി മാറുന്നത്? ക്യാരറ്റിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ബീറ്റാ കരോട്ടീൻ നിങ്ങൾ നോക്കൂ, ബീറ്റാ കരോട്ടീൻ
കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിൻ എ ആയി മാറുന്നത്? അത് കരളിൽ വെച്ചാണ്. ക്യാരറ്റിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? കരളില്. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? അത് 8 മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം 8. അസ്ഥികളെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷികമായ ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. ജീവകം ഡി. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകമാണ് ജീവകം ഡി. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഏതാണ്? അത് ഇലക്ട്രോൺ ആണ്. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഇലക്ട്രോൺ ആണ്. ഇരുമ്പിന്റെ ധാതുവാണ് എന്ത്? ഹേമറ്റൈറ്റ്. നമ്മൾ തൊട്ട് മുന്നുള്ള സീരീസിലൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാട്ടോ ഇത് വരുന്നത്. ഇരുമ്പിന്റെ ധാതു ഏതാണ്? അത് ഹേമറ്റൈറ്റ് ആണ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈഡ്രജൻ ആണ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തം ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സെറിബ്രത്തിന് പിന്നിൽ താഴെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വന്നതാണ് കേട്ടോ. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 തളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അത് സെറിബെല്ലം ആണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 16ാമത്തെ ഗ്രൂപ്പില് ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? അത് ഫ്ലൂറിൻ ആണ്. 16ാമത്തെ ഗ്രൂപ്പിൽ അല്ലെ 18 ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? അത് ഫ്ലൂറിൻ ആണ്. ദ്രവ്യം ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർപ്പിച്ച ശാസ്ത്രജ്ഞൻ അതാരാണ്? എന്താണ് അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത്? ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങളാണെന്ന് സമർത്ഥിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീൻ. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം ഏതാണ്? അത് സമചലനമാണ്. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം ചോദിച്ചാൽ അത് ഏതാണ്? സമചലനമാണ്. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? അത് ബലമാണ്. ന്യൂട്ടൺ എന്നത് എന്ത് അളക്കാനുള്ള ഏകകമാണ്? ബലം അളക്കാനുള്ള ഏകകമാണ്. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ദ്രവ്യം എത്രയായിട്ട് മാറ്റർ എത്രയായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്? 10 സ്റ്റേജുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനി അതില് വൈദ്യുത ചാർജുള്ള കണങ്ങളായിട്ട് ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ഏത്? പ്ലാസ്മ. എത്രാമത്തെ അവസ്ഥയാണ്? 4ാമത്തെ അവസ്ഥയായിട്ടുള്ള ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. 4ാമത്തെ അവസ്ഥയായിട്ടുള്ള പ്ലാസ്മയില് വൈദ്യുത ചാർജുള്ള കണങ്ങളായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത്. തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? അത് നൈട്രജൻ ആണ്. തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് നൈട്രജൻ ആണ്. അപ്പം ഹരിതഗൃഹവാതകങ്ങൾ എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ന്, ഓസോണ് തുടങ്ങിയവ എന്താണ്? ഹരിതഗൃഹവാതകങ്ങളാണെന്ന് പഠിച്ചു വെക്കണം. ഇനി 4ാമത്തെ സ്റ്റേജിലെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? അത് ഇലക്ട്രോൺ ആണ്. എത്രാമത്തെ പ്രാവശ്യമാണല്ലേ? ഇപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ, അതായത് LD ക്വസ്റ്റ്യൻ പേപ്പറിലെയും ഇതിലെയും കൂടെ എടുത്ത് നോക്കിയാൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒരു 3ൽ കൂടുതൽ തവണ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. നമ്മൾ ഒരേ സാധനം, അതായത് വീണ്ടും വന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PSC ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ PYQകളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുക? മാർക്കുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മുന്നിലുള്ള റാങ്കുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ PYQന്റെ സീരീസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32 ആണ്. നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ടല്ലേ അത്. ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? റിപ്പീറ്റ് ചെയ്തിട്ട് 4th സ്റ്റേജിലും വന്നിട്ടുള്ളത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം അത് ഏതാണ്? അത് ശ്വാസകോശമാണ്. ഞാൻ ആ സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ചെയ്തതല്ല. ഇത് 4ാമത്തെ സ്റ്റേജിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? അത് ശ്വാസകോശമാണ്.
രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവിയാണ്. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവിയാണ്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഇതിപ്പോ ഒരുപാട് തവണയായി നമ്മൾ പറയുന്നത്. ഇനി നിങ്ങൾ പറയടാ, ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഒന്നുറക്കെ പറയടാ. മെഡ്യൂല ഒബ്ലോങ്കേറ്റയാണ്. ഇനി ഞങ്ങളോട് ഇത് ചോദിക്കണ്ട എന്നുള്ള രീതിയിൽ ഉത്തരം പഠിച്ചു വെക്കൂ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡ്യൂല ഒബ്ലോങ്കേറ്റ. എന്നാൽ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാലോ അത് സെറിബ്രം ആണെന്ന് പഠിച്ചു വെക്കണം. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ഏതാണ്? അത് സി ആണ്. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം സി. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ബയോട്ടിൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ബയോട്ടിൻ ആണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? അത് സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് സ്റ്റേജിൽ വന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. മാസ് നമ്പർ 2 ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? മാസ് നമ്പർ 2 ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് ഡ്യൂട്ടീരിയം. ഏതാണ്? ഡ്യൂട്ടീരിയം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? അത് ഓക്സിജൻ ആണ്. അന്തരീക്ഷ വായുവില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം ചോദിച്ചാൽ അത് ഏതാണ്? അത് സോപ്പാണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? അത് പ്ലാസ്മയാണ്. പ്രപഞ്ചത്തില് ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മയാണ്. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? അത് ജൂൾ. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? അത് ജൂൾ ആണ്. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം ഏതാണ്? അത് സമചലനമാണ്. നമ്മൾ നേരത്തെ ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനത്തെ കുറിച്ച് നമ്മൾ ചോദിച്ചില്ലേ. അപ്പം തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം ചോദിച്ചാൽ ഏതാണ്? അത് സമചലനമാണ്. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി ഏതാണ്? അത് ബലമാണ് അല്ലെ. നമ്മൾ ബലം പ്രയോഗിച്ചിട്ടാണ് മുന്നോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കുന്നത്. അപ്പൊ ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ബലം. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? അത് വോയേജർ 1 ആണ്. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകമാണ് വോയേജർ 1. തോറിയത്തിന്റെ അയിര് ഏതാണ്? ചോദിച്ചിട്ടുള്ളതാണ്. തോറിയത്തിന്റെ അയിര് ഏതാണ്? അത് മോണോസൈറ്റ് ആണ്. നമ്മൾ നേരത്തെ ഇരുമ്പിന്റെ അയിര് ഹേമറ്റൈറ്റ് ചോദിച്ചത് കണ്ടില്ലേ. അതേപോലെ തോറിയത്തിന്റെ അയിര് ഏതാണ്? അത് മോണോസൈറ്റ് ആണ്. ബോക്സൈറ്റ് എന്തിന്റെ അയിരാണ്? അലൂമിനിയത്തിന്റെ അല്ലെ. നമ്മൾ അലുവ ബോക്സിലാണ് സൂക്ഷിക്കുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ അയിരാണ്. യുറേനിയത്തിന്റെ അയിരാണ് പിച്ച് ബ്ലൻഡ്. യുറേനിയത്തിന്റെ അയിരാണ് പിച്ച് ബ്ലൻഡ്. നെക്സ്റ്റ് 5ാമത്തെ സ്റ്റേജിന്റെ ക്വസ്റ്റ്യൻ ആണ്. പേശീകമത്തിന് കാരണമാകുന്നത് എന്ത് അടിഞ്ഞു കൂടുന്നതാണ്? ലാക്റ്റിക് ആസിഡ്. പേശീകമത്തിന് കാരണമാകുന്നത് എന്ത് അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണടാ? അത് ലാക്റ്റിക് ആസിഡ് അടിഞ്ഞു കൂടുന്നതാണ്. പ്രായപൂർത്തിയായ മനുഷ്യന് ഒരു മിനിറ്റിൽ, ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കണേ, ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 70 to 72 ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കുട്ടികൾ എല്ലാവരും അതായിരിക്കും ചിലപ്പോൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ നോക്കേണ്ടത് പ്രായപൂർത്തിയായ മനുഷ്യന് ഒരു മിനിറ്റില് എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു, ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 12 to 18 ആണ്. 12 to 18 ആണ്. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ഫാഗോസൈറ്റോസിസ്. ശ്വേതാണു രക്താണുക്കള് അത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. മനുഷ്യ ശരീരത്തിലുള്ള നാഡികളുടെ എണ്ണം എത്രയാണ്? 43 ജോഡിയാണ്. മനുഷ്യ ശരീരത്തിലുള്ള നാഡികളുടെ എണ്ണം അത് 43 ജോഡിയാണ്. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിനു കാരണം എന്താണ്? അത് യൂറോക്രോം ആണ്. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിനു കാരണം യൂറോക്രോം ആണ്. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. ഏതാണടാ? സ്നേഹപൂർവമാണ്. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണ തലമാണ് 3. പോഷണത്തിനായിട്ട് സസ്യ ആഹാരികളെ ആശ്രയിക്കുന്ന മാംസ ആഹാരികൾ ഉൾപ്പെടുന്ന പോഷണ തലം 3 ആണ്.
ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ്? അത് കരളാണ്. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം കരളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങൾ ഏതാണ്? അത് ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റിലാണെന്ന് ചോദിച്ചാൽ 3Dയിലാണ്. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയില ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റിലാണ്? 3Dയിലാണ്. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഏത് വാതകം ഉണ്ടാകുന്നു? ഹൈഡ്രജൻ. അല്ലെ, നമുക്കറിയാം ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അയഡിൻ അടങ്ങിയ ഹോർമോൺ ആണ് തൈറോക്സിൻ ആണ്. അയഡിൻ അടങ്ങിയ ഹോർമോൺ ആണ് തൈറോക്സിൻ. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഇലക്ട്രിക് ഫാൻ. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവുമാക്കും, കറങ്ങുകയാണ് ചെയ്യുന്നതല്ല അതിന്റെ ലീഫുകള്. യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഇലക്ട്രിക് ഫാൻ. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണടാ? അത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ഏതാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അല്ലെ, ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ കഴിഞ്ഞിട്ടാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് വരുന്നത്. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം എന്ത് ചെയ്യുന്നു? അത് കുറയുന്നു. ഐസില് കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം കുറയുന്നു. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമമാണ് ഹൂക്സ് നിയമം. അതിങ്ങനെ ഒരു ഹുക്കിൽ രണ്ടെണ്ണം തൂങ്ങി കിടക്കുന്ന പോലെയല്ലേ? സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമമാണ് ഹൂക്സ് നിയമം. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ സഹായിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. സോപ്പ് നിർമ്മാണത്തില് സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ സഹായിക്കുന്നത് എന്താണ്? അത് സോഡിയം ക്ലോറൈഡ് ആണ്. ചന്ദ്രയാത്ര കഴിഞ്ഞ് നീലാംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം ഏതാണ്? അത് പസഫിക് സമുദ്രമാണ്. ചന്ദ്രയാത്ര കഴിഞ്ഞ് നീലാംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? അത് മെർക്കൂറിക് ആസിഡിനെയാണ്. ഏതാണ്? മെർക്കൂറിക് ഓക്സൈഡിനെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായിട്ട് ഓക്സിജൻ നിർമ്മിച്ചത്. ഇനി ഇത് ഒരു ലാബ് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 082/2018 ലാബ് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് ആണ്. ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഓർണിത്തോളജി പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ്. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവമാണ് തലച്ചോറ്. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവമാണ് തലച്ചോറ്. പന്നിയൂർ 1 എന്നത് താഴെ പറയുന്നവയിൽ ഏത് സസ്യത്തിന്റെ സങ്കരയിനമാണ്? കുരുമുളക്. അല്ലെ, കുരുമുളക് കേന്ദ്രം പന്നിയൂരാണ്. പന്നിയൂർ 1 എന്നുള്ളത് കുരുമുളകാണ്. സൂര്യനോട് അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏതാണടാ? അത് ബുധനാണ്. സൂര്യനോട് അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏതാണ്? ബുധനാണ്. നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിന്റെ അഭാവമാണ്? വിറ്റാമിൻ എ. അല്ലെ, കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് നിശാന്തത. നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിന്റെ അഭാവമാണ്? അത് എ ആണ്. ഒരു ക്വസ്റ്റ്യന്റെ ഒരു സീരീസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. സയൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എല്ലാവരും ഇത് കാണുകയും അതേപോലെ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് നോട്ട് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ജനറൽ ബാച്ച്, അതായത് ഡിഗ്രി പ്രിലിംസിനും 10th മെയിൻസിനും വേണ്ടിയിട്ടുള്ള ഒരു ജനറൽ ബാച്ചും അതേപോലെ തന്നെ ഒരു എക്സാം ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സ് ഫീ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയും ഉപകാരപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്